കഴിയാലോ? നീ കഴിക്കുന്നില്ലേ? മനസ്സിലുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കട പുതിയതായിട്ട് തുടങ്ങി. അവിടെ നിന്ന് മേടിച്ച് കുഴിമന്തി എന്ന് പറഞ്ഞ് പുതിയൊരു കട തുടങ്ങി. അടുത്തൊന്നും ഇതുകൊണ്ട് സാധനം തോന്നുന്നില്ല. അല്ല, അവർ പറഞ്ഞില്ലേ ഷെഫൊക്കെ ഗൾഫിൽ നിന്ന്, അറബിയാണ്, ഒമാനിയാണ് അവിടെ കുക്ക് ചെയ്യാൻ. അതായിരിക്കും ടേസ്റ്റ്. എന്താ ഇഷ്ടപ്പെട്ടോ? ഒരു ഫുൾ കോഴിയാണ്. പുട്ടുണ്ട് കേട്ടോ, പുട്ട് നല്ല പുട്ടോ ചിക്കട്ടെ, നമുക്ക് എടുക്കാം. കഴിക്കാം. വേണം നല്ല ടേസ്റ്റ് ഉണ്ട്. മോനെ അധികമായി പോയി വെച്ചതല്ലേ? മോനെ കൊടുക്കണ്ടേ? അതെ, അളിയന്റെ ഒരു ഫ്രണ്ടിന്റെ കടയാ. അതെ, കുഴിമന്തി പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് പുതിയതായിട്ട് തുടങ്ങി. നമുക്ക് പോകുമ്പോൾ അടിപൊളി ഫുഡായിരുന്നു. അന്നിട്ട് പൈസ വാങ്ങിച്ചില്ല. പിന്നെ ഇങ്ങോട്ട് വരാനും പറ്റിയില്ല, തരാനും പറ്റിയില്ല. ഇപ്പൊ അത്യാവശ്യമൊന്നുമില്ല, പൈസ ഉണ്ട് തന്നെ. എൻ്റെ പൈസ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ആവശ്യത്തിനുള്ള പൈസ ഉണ്ട്. ഇനി അളിയൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴെങ്കിലും വേണം സൗകര്യം പോലെ വാങ്ങിക്കാമല്ലോ. അതുകൊണ്ട് അളിയത്തങ്ങ് പിടിച്ചു. വരാൻ പറ്റാഞ്ഞോട്ടോ. അത് സാരമില്ലേ, എന്തായാലും കുടുംബത്തോടെ വന്നല്ലോ. ശരി, ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വരണം കേട്ടാ മോനെ. ബൈ മോനെ. പൈസ തരാൻ വേണ്ടി വന്നാ. ചേട്ടന് എന്റെ പൈസ കിട്ടിയല്ലോ. ഇപ്പൊ എന്താ പ്രശ്നം? എന്താണ് ഇപ്പൊ? ആർക്കും ഇവിടെ നഷ്ടം സംഭവിച്ചത്? ആർക്ക് നഷ്ടം വന്നു? ഞങ്ങളുടെ അൽഫാം ഓർഡറാ. ഞങ്ങൾ എന്തോരം ആശിച്ച അൽഫാം മേടിച്ച് തരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഒരു അൽഫാം മേടിച്ചു. എന്റെ പൊന്നു, ഒരു രാശിയില്ലാത്തൊരു മനുഷ്യനാ. എന്ത് ചെയ്താലും എണ്ണക്കേടാ. ഇതെങ്ങോട്ട് പോണ്, പോയി മേടിച്ചിട്ട് വാ. ഇനി നിന്നപ്പോ പോകാൻ പറ്റുമോ? വേഷം മാറണ്ടേ? ഇങ്ങോട്ട് മാറ്. നീ എന്താ പറഞ്ഞത്? എനിക്ക് എറണമില്ല നടി. നിങ്ങൾ എന്ത് കാര്യം എണ്ണത്തിന് ചെയ്തിട്ടുള്ളത്? അവസാനം ഒരു അൽഫാം മേടിക്കാൻ പറഞ്ഞു വിട്ടു, അതും പോയി. ലില്ലി, ഇനി ഒരു ലൈൻ ടീ ആവാം. ചൂടാക്കാം. ആരാ? കല്യാണം വിളിച്ചു വന്നാ? കല്യാണം വിളിച്ചു വന്നത്. എത്ര പേരുണ്ട്? 3 പേര്. ചേട്ടനാരാ? ഞാനിവിടുത്തെ കനകസാരെ കണ്ടൊരു സീരിയസ് കാര്യം പറയാൻ വേണ്ടി വന്നാ. ഇനിയിപ്പം ബിരുദാര് പോയിട്ട് വരാം.